എങ്ങാട് പോവേണ്? അതമ്മേ, ഞാൻ മാർക്കറ്റിലോട്ട്. ഞാൻ ലിസ്റ്റ് ഇട്ട് സാധനങ്ങൾ വാങ്ങാനുള്ളതൊക്കെ അടുക്കളയിലോട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ അത് വാങ്ങാനുള്ള സമയം കിട്ടിയില്ല. അപ്പം എന്നോട് പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചോറ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായതാ കണ്ടില്ലേ? ഞാൻ എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിച്ചാൽ മാത്രം മതി. ഞാൻ എടുത്ത് കഴിക്കണം. ഇപ്പം ഞാൻ ചോറ് എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി ഞാൻ എടുത്ത് കഴിക്കണം. എന്താണ് എടുത്ത് കഴിച്ചാൽ കയ്യിലെ വളയൊന്നും ഒരു പോകില്ല. ആ, എടുത്തു തരാം. അയ്യോ മോള് പോവേണോ? ഞാൻ മോളോട് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയാ? അയ്യോ ആൻറ്റി, ഞാനത് മറന്നുപോയി. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ ഈ കടയിൽ പോകാനുള്ള തിരക്കിലേ. ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. വലിയ രസമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കണമല്ലോ തന്നെയാണ് ആൻറ്റി ഉണ്ടാക്കിയത്. ആൻറ്റിക്ക് ഇഷ്ടമുള്ള കാരണം ഞാൻ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ആ, പക്ഷെ അതിൻ്റെ രസമൊന്നും കാണാനില്ല. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ നമുക്ക് സമയം ഉണ്ടായിരുന്നു. ഇപ്പം സമയമില്ലാണ്ട് ഒരിടത്ത് പോകാൻ നിൽക്കുമ്പോൾ തിരക്കിട്ട് കാടത്ത് കഴിച്ചുണ്ടാക്കിയിട്ടാണ് അത് ചോവയില്ലാത്തത്. മനസ്സിലായ? അതുകൊണ്ടായിരിക്കും പാത്രത്തിലൊന്നും ബാക്കിയില്ലാത്തത്. ഇത് സാമ്പാറാണ്, അല്ലെങ്കിൽ വല്ല പുളിവെള്ളം ഒഴിച്ച് കരിങ്ങാലി വെള്ളമാണ്. ആ, തുടങ്ങി കുറ്റം പറയാൻ. വായ വെക്കാൻ കൊള്ളൂല്ലല്ലോ ഇത്. 24 മണിക്കൂർ അടുക്കളയിലാണ്, പക്ഷെ വായിൽ വെക്കണ ഒരു സാധനം. ഇന്നലത്തെ മീൻകറി ഇരിപ്പിട്ട് വേണമെങ്കിൽ ഞാൻ ചൂടാക്കി തരാം. ഞാൻ തലേ ദിവസം വെച്ചൊരു കറിയും കൂട്ടൂലെന്ന് നിനക്ക് ഇത്രയും ദിവസമായിട്ട് അറിയാൻ പാടില്ലേ? തുടങ്ങി മുക്കുമുട്ടത്തിനും ചെയ്യും, കുറ്റം പറയുകയും ചെയ്യും. ഇവിടെ നിന്നാലേ ശരിയാവൂല. പോട്ടെ. പോയിട്ട് അവിടെ ഇവിടെ നോക്കിക്കണ്ടത് സാധനങ്ങൾ മേടിച്ച് വേമ്പാട്ടാ. പിന്നെ വരുമ്പോൾ വല്ല മീൻ എന്തെങ്കിലും കിട്ടിയെങ്കിൽ വാങ്ങിച്ചോ. ഇനി മീൻ മേടിച്ച് മീനും കൂടി തിന്നാത്തതിൻ്റെ സുഖേടാണ് വരെ കൊണ്ട്. മോളെ, ആൻ്റെ ചൂടുവെള്ളം. എൻ്റെ അലക്കി തുണി എവിടെയാണ് മോളെ വെച്ചേക്കണ? വെച്ചിട്ടുണ്ട്, എടുത്തോ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണ സ്വഭാവമാണ് ആൻ്റിയുടെ. ഇവിടെ നിന്ന് അങ്ങനെ തോന്നിയ പോലെ അങ്ങാടും ഇങ്ങാടൊന്നും പോകാൻ പറ്റുമൊന്നുമില്ല. ആൾക്കാർ ചോദിക്കണത് ഞങ്ങളുടെ അടുത്താണ്, നടക്കൂലത്. മോളെ അലക്കിയപ്പോൾ അമ്മയുടെ കുറേ ഡ്രസ്സ് അവിടെ കൂട്ടിയിട്ടത് എടുക്കാതിരുന്നത് എന്താണ്? ഞാനിങ്ങനെ എപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് കൊണ്ട് ഈ പ്രായത്തിൽ ഇത് കലക്കാനൊക്കെ പറ്റുമോ? അതറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതട്ടാ. മോളെ, ഇതേ ചിറ്റയുടെ പൈസക്ക് വന്നേക്കണം, അത് എടുത്തു കൊടുക്ക്. ആ, ദേ വരാം. തലവേദന എടുപ്പിക്കുന്നതാണ് മനുഷ്യന്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഈ 2 പേരെയും കൂടി സൈക്കിൾ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും ഇവരുടെ പ്രഹസനം നിർത്തിയേ പറ്റുള്ളൂ. അടുക്കളയിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ, നീ ഇവിടെ ഫോണും കുത്തിയിരിക്കണത്. ആ, ഞാനിന്നൊന്നും ഉണ്ടാക്കിയില്ല. വയറ് വിശന്നിട്ട് പാടില്ല മോളെ. ആൻറ്റിക്ക് ഒന്നും ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ലല്ലോ അവിടെ. അതാൻറ്റി, എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല, വയറുവേദനയായിരുന്നു. അപ്പം ഞാൻ അതായിരുന്നൊന്നും ഉണ്ടാക്കിയില്ല. ഓ, എനിക്കാണെങ്കിൽ അതേ നേരം വയറ് വിശന്നിരിക്കാൻ പറ്റില്ലെന്ന് മോക്കറിയാൻ പാടില്ലേ മോളെ? മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് ഉള്ളി നാളാൻ തുടങ്ങി, ഗ്യാസ് വരും എനിക്ക്. നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ. വിളിക്കട്ടെ, ഞാൻ അവനെ വിളിക്കട്ടെ. ഇങ്ങനെയാണ് ഇവിടെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കണേന്നൊന്നും അറിയണം അല്ലേ? ഞങ്ങൾ പറയണതൊന്നും അനുസരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നിന്നെ വിടാം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയണത്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആൻറ്റി പറയണത്? വേറെ ഏത് പെൺപിള്ളേരാണെങ്കിലും അവർ കെട്ടിച്ചെന്ന വീട്ടിൽ അവർക്ക് അമ്മായിമ്മപ്പോരൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയാണോ? അമ്മയുടെ പോലും ഞാൻ സഹിക്കണം, ആൻറ്റിയുടെ പോലും സഹിക്കണം. നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് എനിക്ക് മതിയായി. ഒരു ജോലിക്ക് പോലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണില്ല. അമ്മ പുട്ട് പറയുമ്പോൾ ആൻറ്റിക്ക് ദോശ വേണം, ആൻറ്റിക്ക് ദോശ പറയുമ്പോൾ അമ്മക്ക് പുട്ട് വേണം.
നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പലതും വെച്ച് വേവിക്കാം, അതൊക്കെ ഒന്നും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, ഒരു സമാധാനം ഉണ്ട്. ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകാൻ പറ്റും, ഇഷ്ടമുള്ളൊരു പരിപാടി ടി വിയിൽ കാണാൻ പറ്റും, ഇഷ്ടമുള്ള പോലെ ഒന്ന് ഇരിക്കാൻ പറ്റും. സമാധാനം നിങ്ങളെനിക്ക് തരാറുണ്ടോ? എനിക്ക് മടുത്തു. നിങ്ങൾക്ക് വേണ്ടി വെച്ച് വേവിച്ച് എനിക്ക് മടുത്തു. ഇനിയിപ്പം 3 പേരും കൂടി സഹകരിച്ച്, എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരോഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു സവാള പോലും തൊണ്ടുകളഞ്ഞോ അരിഞ്ഞോ തരാനായിട്ട് നിങ്ങൾ ആരും അടുക്കളയിലോട്ട് വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി എല്ലാവരും ഒരുമിച്ച് ചെയ്ത് എൻ്റെ കൂടെ സഹകരിച്ച് പോകാൻ പറ്റുമെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട. ഇത് തന്നെ കേൾക്കണം ഞാൻ, ഇത് തന്നെ. ഒരു കല്യാണം പോലും കഴിക്കാണ്ട് എൻ്റെ ചേട്ടനും ആ ചേട്ടൻ്റെ കുടുംബവുമാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നില്ലേ ഞാൻ. അതാണ് ഇനി ഈ തീരുമാനത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറുള്ളൂ, ഞാനിവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. അതല്ല മോളെ, ആൻറ്റിക്ക് അങ്ങനെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാം. ഇപ്പം ആൻറ്റി പോയിട്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി കൊണ്ടുപോകാം. അതിൻ്റെ ഒരു ചായയുടെ ടേസ്റ്റ് ഞാനോന്ന് അറിയട്ടെ. എന്നിട്ട് നമുക്ക് ഓരോരോ പണികളായിട്ട് ഒരുമിച്ച് ചെയ്തങ്ങാട് മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളിങ്ങനെ പണിയെടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. പോയി ചായ ഇട്ട് കൊണ്ടുപോവാ. അമ്മ ഒരു മുറുക്കുണ്ടാക്കണത് നല്ല രസമാണെന്ന് ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ പോയി ആൻറ്റി ചായ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴേക്കും എനിക്ക് മുറുക്കുണ്ടാക്കിക്കൊണ്ട് അമ്മയുടെ കൈപ്പൊട്ടി ഞാനോ എന്നറിയട്ടെ.